തോമസ് പ്രഥമൻ ബാവായെ ആര് തെരഞ്ഞെടുത്തു? നിങ്ങളാണ് പറയേണ്ടത്. ആരാണ് തെരഞ്ഞെടുത്തത്? മറന്നുപോയല്ലോ. ആരും തെരഞ്ഞെടുത്തില്ല. അദ്ദേഹം CM തോമസ് അച്ഛനായിട്ട് മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ചാപ്ലനായിട്ട് ഇരിക്കുമ്പോൾ 74 ഒരു മാസക്കാലം ഇവിടെ കണ്ടില്ല. എവിടെ പോയി എന്നറിയാൻ പാടില്ല. അദ്ദേഹം മെത്രാപ്പൊലീത്തയായി തിരിച്ചു വന്നു. കൂടെ പെരുമ്പിളിലെ ഗീവർഗീസ് അച്ഛനും മെത്രാപ്പൊലീത്തയായിട്ട് വന്നു. മലങ്കര സഭ അറിയാതെ, മലങ്കര സഭ തിരഞ്ഞെടുക്കാതെ അന്ത്യോക്യ പാത്രിക്കീസ് വാഴിച്ചയച്ചു എന്ന അവകാശവുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടന ആ വ്യവസ്ഥയും പ്രകാരം സ്വീകരിച്ച പാത്രിയർക്കീസ് മലങ്കര സഭയുടെ ഭരണഘടനയിലെ വ്യവസ്ഥകൾ ലംഘിച്ചു. അനധികൃതമായി പട്ടം കൊടുത്തു. പള്ളിയിൽ അവർ വന്ന് പ്രവേശിക്കാൻ തുടങ്ങി. അതേ തുടർന്ന് മലങ്കര സഭ പാത്രിയർക്കീസ് ബാവായ്ക്ക് കൊടുത്തിരുന്ന അംഗീകാരം അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അറിയിച്ചുകൊണ്ട് തന്നെ പിൻവലിച്ചു. ഇതിനു മുമ്പ് പാത്രിയർക്കീസ് ബാവ ചെയ്തത് എന്താണ്? മാർ തോമസ് ലീഹായ്ക്ക് പട്ടമില്ല. പാത്രിയർക്കീസ് ബാവായും ഈ ശ്രേഷ്ഠ ബാവായും നിങ്ങളും ഞാനും എല്ലാം പാടുന്നൊരു പാട്ട് നമുക്ക് ഈ പള്ളിയിൽ നിന്ന് പാടാം. എന്നിട്ട് പട്ടം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. നമ്മൾ കുർബാനയിൽ അവരിന്നും പാടുന്നതും നമ്മൾ പാടുന്നതും പാത്രിയർക്കീസ് ബാവ പഠിപ്പിച്ചതുമായ പാട്ട് ഒരുമിച്ച് പാടാം. ആദ്യാചാരിത്വം കൈക്കൊണ്ട മനസ്സിലായില്ലേ? ആർക്കാ കൊടുത്തത്? നിങ്ങൾ പറ. സ്ലീഹന്മാർക്ക്. തോമസ് ലീഹ ഒരു സ്ലീഹായാണോ? തോമസ് ലീഹ ഒഴിച്ചുള്ളവർക്ക് കൊടുത്തു പാടിയോ? ഇത് പാടുകയും തോമസ് ലീഹ പുരോഹിതനല്ല എന്ന് 203 നമ്പർ കൽപ്പനയിൽ പറയുകയും ഞാൻ വിശ്വസിച്ചില്ല. 64 പാത്രിയർക്കീസ് ബാവ കാതോലിക്ക ബാവായുടെ സ്ഥാനാരോഹണത്തിന് വന്നപ്പോൾ കൊച്ചി എയർപോർട്ട് തൊട്ട് കോട്ടയം വരെ സ്വാഗതഗാനം പാടിയത് ഞാനും കൂടെ ചേർന്ന. പാത്രിയർക്കീസ് ബാവ പഠിപ്പിച്ച ഒരു പാട്ട് പാടി അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പാത്രിയർക്കീസ് ബാവയ്ക്ക് കിട്ടിയ പൂമാലയിൽ ഒരെണ്ണം മത്തായി ശമ്മാശന് തന്നു. ഓ, പാത്രിയർക്കീസ് ബാവ തന്നതല്ലേ. ഇന്നത്തെ പോലെ ഈ ഫ്രിഡ്ജൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാനത് തീർച്ചയായിട്ടും മോർച്ചറിയിലേക്ക് കയറ്റി വെച്ചോണ്ടേനെ. ഞാനതൊരു പ്ലാസ്റ്റിക് കൂട്ടി പൊതിഞ്ഞ് എൻ്റെ വീട്ടിൽ പെട്ടിക്കകത്തച്ച വർഷങ്ങളോളം സൂക്ഷിച്ചു. 1964 പാത്രിയർക്കീസ് ബാവ തന്ന പൂമാല 1970 വരെ ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് ഉണങ്ങിപ്പോയിട്ടും സൂക്ഷിച്ചു. തോമസ് ലീഹായ്ക്ക് പട്ടമില്ല എന്നുള്ള കൽപ്പന വന്നപ്പോൾ ഞാൻ കോട്ടയത്ത് പോയി ആ കൽപ്പന കണ്ടു. ലോ ഈസാവ് കോഹനോ ഐക്കാനോ ഈശാവ് റീച്ച് കോഹനോ. ഒരു പട്ടക്കാരനാകാതിരിക്കെ എങ്ങനെ മേൽപ്പട്ടക്കാരനാകും? തോമസ് ലീഹ പട്ടക്കാരനല്ല എന്ന കൽപ്പന നേരിട്ട് കണ്ട് ഞാൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. തിരിച്ചു വന്ന് ആദ്യം ചെയ്തത് ആ പൂമാലെടുത്ത് പൊടിച്ച് ദൂരോട്ട് വലിച്ചെറിഞ്ഞു. കാരണം തോമസ് ലീഹ ഇപ്പോൾ വന്ന പാത്രിയർക്കീസ് ബാവയുടെ കൈമുത്തണം, എൻ്റെയും കൈമുത്തണം. നിങ്ങൾ പറ, ശരിയതില്ലേ? അത്രയും വലിയ പദവി എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്തിനാ ഇത് പറഞ്ഞത്? പട്ടമില്ല എന്ന് പറഞ്ഞത് സിംഹാസനമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. എടയലാലച്ചന് തൊപ്പിയില്ല, കാരണം തലയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടം. തൊപ്പിയില്ല എന്ന് പറഞ്ഞോട്ടെ, തലയില്ല എന്ന് പറയണോ? പൗരോഹിത്യമുണ്ടെങ്കിൽ മേൽപ്പെട്ട സ്ഥാനമുള്ള ആൾക്ക് സിംഹാസനമുണ്ട്. അതുകൊണ്ട് തോമസ് ലീഹായ്ക്ക് സിംഹാസനമുണ്ട് എന്ന് കാതോലിക്കായും അദ്ദേഹത്തെ പിന്താങ്ങുന്നവരും പറയുന്നത് വേദവിപരീതമാണ്. വേദവിപരീതികളെ ശപിച്ച് പുറന്തള്ളണം. പ്രിയപ്പെട്ടവരെ, എന്താണ് വേദവിപരീതം? പറയൂ. വേദപുസ്തകത്തിലുള്ള സത്യങ്ങൾക്ക് വിരുദ്ധമായി പറയുന്നത് എന്തോ അതാണ് വേദവിപരീതം. പറയുന്നവനാരോ അവനാണ് വേദവിപരീതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം
28 വാക്യം. ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ പോലും നാട്ടിലുള്ളവർക്ക് സംശയമാണ്. എടയനാലച്ചൻ വേദപുസ്തകത്തിൽ ഇല്ലാത്തത് വായിച്ചു കളയുന്ന പാത്രികസാർ പറയുന്നത്. വേദപുസ്തകം നോക്കി അച്ഛൻ ഇല്ലാത്തത് വായിച്ചു കളയും. അച്ഛൻ അങ്ങനെ അവർ പറയുമ്പോൾ കുറേ ഞാൻ സമ്മതിക്കാറുണ്ട്. കുറേ ഞാൻ സമ്മതിക്കും. കാരണം ഞാൻ കഥാപ്രസംഗം പറഞ്ഞ് നടന്നിരുന്ന മനുഷ്യനാണ് 10-30 കൊല്ലക്കാലം. സത്യം അങ്ങോട്ട് പറയട്ടെ, കഥാപ്രസംഗം പറയാൻ സ്റ്റേജിൽ കയറിയാൽ തുടങ്ങുന്ന ഒരു തീരുന്നവരെ 3 മണിക്കൂർ ഞാൻ നുണ തന്നെയാണ് പറഞ്ഞേക്കണം. ഒരൊറ്റ അക്ഷരം അതിനകത്ത് നേര് പറഞ്ഞിട്ടില്ല. പക്ഷേ വേദപുസ്തകത്തിൽ നിന്ന് അതുകൊണ്ട് നുണ പറയണോ? അതുകൊണ്ട് ഞാൻ വായിക്കണില്ല. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 28 വാക്യം. ഇതാ അച്ഛൻ വായിച്ച് കേൾപ്പിക്കും നിങ്ങളെ. ഇവിടെ എന്തെഴുതിയിരിക്കുന്നു നോക്കൂ. യേശു അവരോട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 28 വാക്യം. യേശു അവരോട് പറഞ്ഞത്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു വേദഭാഗമാണിത്. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ മേൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശരി, ഇനി നിങ്ങൾ പറ, ആർക്കൊക്കെ സിംഹാസനമുണ്ട്? ഞാൻ വായിച്ചത് ഇവരെ വിശ്വസിച്ചാണോ അല്ലേ? അച്ഛൻ പറയണ്ട, അച്ഛൻ പറഞ്ഞ ഇവർക്ക് ബോധ്യമാവില്ലോ. ആർക്കൊക്കെ സിംഹാസനമുണ്ട്? 12 പേർക്കും. ഇനി നിങ്ങൾ പറയേണ്ടത് ആരാണ് വേദവിപരീതി? പറയൂ. സിംഹാസനം തോമാസ് ലീയാക്കില്ലെന്ന് പറയുന്നവൻ ആരോ? അവനാണ് വേദവിപരീതി.